സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 6 USA വേഴ്സസ് ബെൽജിയം കളി കഴിഞ്ഞിരിക്കുകയാണ്. 4-1 എന്ന സ്കോറിന് ബെൽജിയം ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ബെൽജിയം വേഴ്സസ് സ്പെയിനാണ് ഒരു ക്വാർട്ടർ. എന്തായാലും 9ാമത്തെ മിനിറ്റിൽ കളി തുടങ്ങി 9ാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള പാസസിലൂടെ മൂവിലൂടെ പെട്ടെന്ന് ബെൽജിയം മുന്നോട്ട് പോവുകയും അതുപോലെ ചാൾസ് ഡി കെറ്റ്ലറയുടെ ഒരു ഗോള്, ഫസ്റ്റ് ഗോള്, ഓപ്പണിംഗ് ഗോൾ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പാക്റ്റ് ഡിഫൻസ് ബ്ലോക്കൊക്കെ ആയിട്ട് നമ്മുടെ ബെൽജിയം മുന്നോട്ട് പോകുമായിരുന്നു. അതുപോലെ USA ആദ്യം തന്നെ ഹൈ പ്രസ്സിംഗ് ആയിരുന്നു, ഒരു രക്ഷയില്ല, ഹെവി പ്രസ്സിംഗ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി 31ാമത്തെ മിനിറ്റിൽ മൽക് ടിൽമൻ ഒരു ഫ്രീ കിക്കിലൂടെ ഇക്വലൈസർ പിടിക്കുന്നു. 1-1 രണ്ട് മിനിറ്റിനകത്ത് എന്താ പറയുക, വീണ്ടും തിരിച്ച് ചാൾസ് ഡി കെറ്റ്ലർ അടുത്ത ഗോൾ അടിക്കുന്നു. 2-1 അപ്പാവുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, ഈ തിരിച്ച് വീണ്ടും ഇക്വലൈസർ പിടിക്കാൻ വേണ്ടി USA കുറച്ചുകൂടെ എല്ലാവരും മുമ്പോട്ട് പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫൻസീവ് ഗ്യാപ്പ് കൂടുന്നു. അതിനിടയിലൂടെ വന്ന് ഹാൻസ് വെനേക്കൻ 57ാമത്തെ മിനിറ്റിൽ അത് അസിസ്റ്റ്, വീണ്ടും ചാൾസ് കട്ട്ലറയാണ് അസിസ്റ്റും കൊടുക്കുന്നത്. അങ്ങനെ 3ാമത്തെ ഗോളിൽ കയറുന്നു. അതോടുകൂടി കംപ്ലീറ്റ് ഡിഫൻസീവ് മിസ്റ്റേക്സ് ഉണ്ടാവുകയാണ്. നമ്മുടെ എന്താ പറയുക, USAയുടെ ഭാഗത്ത് നിന്ന് ഡിഫൻസീവ് മിസ്റ്റേക്സ് ഒരുപാട് തന്നെ വന്നെന്ന് പറഞ്ഞാൽ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ക്രിസ്ത്യൻ പുൾസിക്കിൻ്റെ ഒരു ആംഗിൾ ഇഞ്ചറി വന്ന് പുള്ളിക്കാരന് പുറത്തു പോകുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, 90+3 ആയപ്പോഴത്തേക്ക് ലുക്കാക്കുവിൻ്റെ ഒരു എന്താ പറയുക, അത് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർസെപ്ഷനിലൂടെ പെട്ടെന്നൊരു ബോൾ കിട്ടുന്നു, അറ്റാക്ക്, ഗോള്, 4ാമത്തെ ഗോൾ. അങ്ങനെ 4-1 ആവുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ബെൽജിയത്തിൻ്റെ കൗണ്ടേഴ്സായിട്ട് USന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതിനാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഒട്ടും പറ്റിയില്ല. പിന്നെ അവർ കുറേ ക്വിക്ക് ട്രാൻസിഷൻസ് അറ്റംപ്റ്റ് ചെയ്തു USA, പക്ഷേ അതൊന്നും അങ്ങനെയൊന്നും കൺവേർട്ട് ആയില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, ഫുള്ളി പൊസിഷൻ കൺട്രോൾ ബെൽജിയം തന്നെയായിരുന്നു. ഇനി എന്താ പറയുക, US ഡിഫൻസിൻ്റെ എറേഴ്സ് കറക്റ്റായിട്ട് എക്സ്പ്ലോട്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ്. കറക്റ്റായിട്ട് എന്താ പറയുക, അതിനിടയിൽ കൂടെ പോയി നല്ല പോലെ ബെൽജിയം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക, ഡിഫൻസീവ് കൺസേൺസ് ഉണ്ടായി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ബെൽജിയത്തിൻ്റെ എന്ന കളിയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് കണ്ടില്ല. ബെൽജിയം തിരിച്ച് നല്ലൊരു ഫോമിലോട്ട് വന്ന പോലെയാണ് ഇന്ന് അവർ കളിച്ചത്. നല്ല ഉണർന്നൊരു അവസ്ഥയിൽ സ്പെയിനെതിരെ അവർ, അതുപോലെ സ്പെയിനാണ് അവർ ആദ്യത്തെ ക്വാർട്ടറിലെ എതിരാളി. സ്പെയിനെതിരെ നല്ലൊരു കളി തന്നെ ആയിരിക്കും ബെൽജിയം സ്പെയിൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണും വരേക്കും. ബൈ.